ഉസ്താദിന്റെ കോളേജില് പുരുഷാധ്യാപകന്മാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടിയുടെ വേഷം എങ്ങനെയാണ്? പുരുഷാധ്യാപകന്മാർ ക്ലാസ് എടുക്കുന്ന സമയത്തും കുട്ടികൾ പൂർണ്ണമായി ഹിജാബിലായിരിക്കും. സ്ത്രീകൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് പിന്നെ വനിതാ അധ്യാപികമാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് മാത്രമേ അവർ സാധാരണ വേഷത്തിലുണ്ടാവും. അല്ലാത്ത സമയത്തൊക്കെ, അതായത് പുരുഷാധ്യാപകന്മാർ വളരെ കുറവായിരിക്കും ആണെങ്കിൽ തന്നെയും അവർ ക്ലാസ് എടുക്കുന്ന സമയത്ത് മുഖമറയും കയ്യോറയും ഒക്കെ ധരിച്ചിട്ടാണ് അവർ ആ ക്ലാസ് ടൈമിൽ ക്ലാസ്സിലിരിക്കുക. അതായത് അധ്യാപകന്മാർ പോലും നമ്മുടെ കുട്ടികളെ കാണൂല. ഒരു അന്യപുരുഷന്റെ ദർശനത്തിൽ നിന്ന് പോലും അവർ സുരക്ഷിതരാണ്. അത് അവരുടെ ജീവിതത്തിൽ എങ്ങനെ പകർത്താൻ പറ്റുന്ന ഒരു തീർച്ചയായിട്ടും അവരതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖം മറക്കാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സാധിക്കില്ല. അങ്ങനെ ശീലിച്ചു. ഇപ്പൊ നമ്മുടെ കുട്ടികൾ തന്നെ പിന്നെ പലപ്പോഴും പറയാറുണ്ട്, ചില കല്യാണത്തിന് പോയാൽ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾക്കൊക്കെ പോയാൽ ഈ പെൺകുട്ടികളൊക്കെ ഈ പിന്നെ ലെഗിൻസും അതുപോലെ ചുരിദാറും ഈ മുഖം മറക്കാണ്ടൊക്കെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസം തോന്നുന്നു എന്ന് നമ്മുടെ കുട്ടികൾ പറയുന്നുണ്ട്. അപ്പൊ അവർക്കത് അത്ര മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കുന്ന പറയുമ്പോൾ മനസ്സിലേക്ക് അത്രത്തോളം അത് സ്വീകരിച്ചു എന്നുള്ളതാണല്ലോ അവരാ ജീവിത രീതി. ഏതോ രക്ഷിതാവ് വലിയൊരു അഭിപ്രായം, ഒരു ഭയങ്കരമായിട്ടുള്ള അവരോട് ഒരു എന്താ പറയാ, അവരുടെ കുടുംബം തന്നെ മാറിപ്പോയ സംഭവം. അതെന്നോടൊരാള്, പിന്നെ ഞാൻ ടൗണിൽ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ഷോപ്പിന്റെ ഉടമ എന്നെ കണ്ടപ്പോൾ അയാളുടെ സന്തോഷം പങ്കുവെച്ചതാണ്. പിന്നെ അതായത് ഒരു കല്യാണത്തിന് പോയപ്പോൾ അയാളുടെ കുടുംബത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ അവർ കണ്ടു. അപ്പോൾ അതിനു മുമ്പ് അവർ മോഡേൺ വസ്ത്രം ധരിക്കുന്ന ഒരു ഫാമിലിയാണ്. പെട്ടെന്ന് ഇവർ ഭയങ്കര ചേഞ്ച് കണ്ടു. അതായത് ഈ കല്യാണത്തിന് വന്ന ആൾക്കാരൊക്കെ ഫുള്ള് മുഖമെല്ലാം മറിച്ച് പിന്നെ ഹിജാബൊക്കെ ഇട്ടിട്ട് വരുന്ന കണ്ടപ്പോൾ ഭാര്യനോട് ചോദിച്ചു, ഇവർ മുമ്പ് ഇങ്ങനെ ഒന്നല്ലല്ലോ, ഭയങ്കര മോഡേൺ ഡ്രസ്സെല്ലാം ഇടുന്നവരല്ലേ, ഇവരത് ഇപ്പം ഇങ്ങനെ മാറിപ്പോയോ? അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാനത് കണ്ടിട്ട് അത്ഭുതത്തോടെ അവരോട് ചോദിച്ചില്ല, നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഇടയില്ലല്ലോ, ഇത് എന്താ ഇപ്പം ഇങ്ങനെ ഇടാൻ തുടങ്ങി? അപ്പോൾ അവർ പറഞ്ഞ മറുപടി, അത് ഇടാൻ തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മളൊരു മോള് ഇപ്പോൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഒരു സ്ഥാപനത്തിൽ. അപ്പോൾ അവിടെ പോയതിന് ശേഷം നമ്മളെ മോള് ഈ രൂപത്തിലാണ് നടക്കല്, എവിടെ പോകും, കല്യാണത്തിനായാലും ഇനി എവിടെ പോയാലും. അപ്പോൾ അവളങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഒരു ലജ്ജ, നമ്മൾ ഈ കോലത്തിൽ നടക്കാൻ. ഇന്ന് മാത്രമല്ല, പിന്നെ എവിടെയും കല്യാണത്തിന് മുമ്പ് ഓളം ഒറ്റ വാശിയാണ്, ഞാനും ഉമ്മാൻ്റെ പിന്നെ ഇത്താത്തമാർക്കൊന്നും വരില്ല, ഇതേപോലത്തെ ഒരു വേഷം ധരിച്ചില്ലെങ്കിലാണ് ഞാൻ വരില്ല. അങ്ങനെ നിർബന്ധിത അവസ്ഥയിൽ ധരിച്ചു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കംഫർട്ടായി തോന്നുന്നു. ഇത് മുമ്പേ ധരിക്കേണ്ടതായിരുന്നു എന്ന് തോന്നരുതെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് അയാൾ ചോദിച്ചു, ആ കുട്ടിയുടെ പഠിക്കുന്നു ചോദിച്ചപ്പോൾ സിദ്ദീഖ് ഉസ്താദിന്റെ സ്ഥാപനത്തിലാണ് പഠിക്കുന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഉസ്താദിനെ കാണാൻ വേണ്ടി എന്താണ് ഒന്ന് പങ്കുവെക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. വലിയ സന്തോഷം. ഞാൻ ഒരു സ്ഥലത്ത് വയലിന് പോയപ്പോൾ അവിടുത്തെ ഖത്തീബ് ഉസ്താദ് പറഞ്ഞു, ഉസ്താദെ ഇവിടെ ഹിജാബ് മുഖം മറച്ച് നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പൂർണ്ണമായി കയ്യൊറയും കാലൊറയും ധരിച്ച് നടക്കുന്ന ഒറ്റൊരു പെൺകുട്ടിയുള്ളൂ, അത് നിങ്ങളെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു ഹാഫിളത്തായ മോളാണ്. അപ്പൊ നമ്മളെ കുട്ടികൾ കോളേജിലേക്ക് കുട്ടികൾ വരികയാണെങ്കിൽ നമുക്ക് ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ആ കുട്ടി മാത്രമല്ല, ആ കുട്ടിയുടെ കുടുംബം മൊത്തം ചെയ്യിച്ചു. അത് ഞാൻ എപ്പോഴും രക്ഷിതാക്കൾ വരുമ്പോൾ പറയലുണ്ട്, ഒരു 2 മാസം എൻ്റെ നമ്മളെ സ്ഥാപനത്തിൽ ഇവിടെ നിന്നിട്ട് 2 മാസം കഴിഞ്ഞ് ലീവിന് നിങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മകളുടെ ചേഞ്ച് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. സ്വഭാവത്തിലും വേഷവിധാനങ്ങളിലും എല്ലാത്തിലും, മാതാപിതാക്കളുടെ പെരുമാറ്റത്തിലും നല്ലൊരു ചേഞ്ച് നിങ്ങൾക്കത് അനുഭവിച്ച് നിങ്ങൾ എന്നോട് പറയും. അതാണ് നമുക്ക് കൊടുക്കാൻ ഓഫർ. ഇൻഷാ അല്ലാഹ്.